ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സീരീസിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയുടെ ഏറ്റവും രുചികരമായ സദ്യയിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന പരിപ്പ് കറിയാണ്. പരിപ്പ് കറിയും കുറച്ച് നെയ്യും പപ്പടവും കൂടെ കഴിക്കാൻ എന്ത് സ്വാദാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് രുചികരമായ എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പരിപ്പ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് തോടുള്ള പയറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിപ്പം തോടില്ലാത്തത് വാങ്ങാൻ കിട്ടും. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ തോടുള്ളതാണ്, അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ വെറും പാനിൽ എണ്ണയോ നെയ്യോ ഒന്നും ആഡ് ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പയർ ഇപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ചെറിയൊരു കളറ് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ തോടില്ലാത്തതാണെങ്കിൽ ആദ്യം വൈറ്റ് കളറായിരിക്കും, പിന്നെ ചെറിയൊരു ബ്രൗണിഷ് ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരുപാട് പൊടിച്ച് കളയരുത്, ജസ്റ്റ് ഇതൊന്ന് നുറുങ്ങി വരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് നുറുങ്ങി വന്നാൽ മതി, അല്ലാതെ പൗഡർ പോലെ ഒന്നും ആക്കി കളയരുത്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം. അത് തോടുള്ളതായാലും തോടില്ലാത്തതായാലും നന്നായിട്ട് കഴുകിയെടുക്കണം. തോടുള്ള പയറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒന്ന് തോട് നമ്മൾ പാറ്റി കളഞ്ഞാൽ നല്ലതായിരിക്കും. പാറ്റി കളയോ അരിച്ചെടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 2-3 വെള്ളം കഴുകിയാലും കുഴപ്പമില്ല. നന്നായിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. പയറൊക്കെ നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പയറ് വേകുന്ന സമയത്ത് നമുക്കിതിൽ തേങ്ങ അരച്ചെടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. നമ്മൾ അവിയലിന് എന്നാൽ അരച്ചില്ല, അതിനെക്കാട്ടിയും കുറച്ചും കൂടെ നന്നായിട്ട് അരയ്ക്കുക. എന്നാൽ തീരെ അങ്ങ് പേസ്റ്റും ആക്കണ്ട. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. തേങ്ങ ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം പിന്നെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണിൻ്റെയും പകുതിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ അതിലോട്ട് 5 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് 1 കൊത്ത് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ഒരുപാട് അരയ്ക്കേണ്ട, ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പയറും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പയറിലോട്ട് തേങ്ങാക്കൂട്ട് ആഡ് ചെയ്ത് കലക്കിയെടുക്കാം. നമ്മുടെ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി എത്രത്തോളം നമുക്ക് ലൂസായി വരണം അതനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്യുക. എന്നാലും തീരെ അങ്ങ് ലൂസാക്കരുത്. കുറച്ചൊരു കട്ടിയുള്ളതാണ് നമ്മുടെ പരിപ്പ് കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഞാൻ ഇത്രയും വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ പരിപ്പ് വേവിച്ചപ്പോഴോ അല്ലെങ്കിൽ തേങ്ങ അരച്ചപ്പോഴോ ഒന്നും തന്നെ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും നേരം ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. പരിപ്പ് കറി ഒരിക്കലും തിളപ്പിച്ച് നിറയെ കുമിളൊന്നും വരുത്തിക്കരുത്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ട് കണ്ടോ, ചെറിയൊരു തിള വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക, അല്ലാതെ ഇട്ട് തിളപ്പിക്കരുത്, എന്നാൽ അതിൻ്റെ രുചിയൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ രുചികരവും ആരോഗ്യകരവുമായ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പരിപ്പും നെയ്യും പപ്പടവും കൂടെ കഴിക്കുക എന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കുക. അതുപോലെ reshzideas ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.